ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Revati Furniture, Agasthyakode, Anchal. Phone 0475 2273 634. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിജിത് കുമാർ. പ്രധാന വാർത്തകൾ. മണ്ഡലകാല മകരവിളക്ക് പൂജകൾക്കായി ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുത്തു. ശബരിമല മേൽശാന്തിയായി TM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തിയായി ME മനുകുമാറിനെയുമാണ് തെരഞ്ഞെടുത്തത്. വൃശ്ചികം 1 മേൽശാന്തിമാർ ചുമതലയേൽക്കും. അഞ്ചൽ ചന്തമുക്കിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരണപ്പെട്ടത് ചന്നപ്പട്ട സ്വദേശി റോബർട്ട് അലക്സാണ്ടർ. പൊൻലൂർ ഇടമൺ റെയിൽപാതയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എഞ്ചിൻ പരീക്ഷണ ഓട്ടം നടത്തും. മെറ്റൽ പാക്കിംഗ് പൂർത്തിയായ സാഹചര്യത്തിലാണ് തീരുമാനം. വാർത്തകൾ വിശദമായി. അടുത്ത ഒരു വർഷക്കാലത്തെ മണ്ഡലകാല മകരവിളക്ക് പൂജകൾക്കുള്ള ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുത്തു. ശബരിമല മേൽശാന്തിയായി ഒറ്റപ്പാലം ചേർപ്പുളശ്ശേരി പെരുമ്പുറത്തുമനയിൽ TM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തിയായി വാഴപ്പള്ളി പുതുമനയിലത്ത് ME മനുകുമാറിനെയുമാണ് തെരഞ്ഞെടുത്തത്. മേൽശാന്തിമാർ വൃശ്ചികം 1 ചുമതലയേൽക്കും. തിങ്കളാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം ശബരിമല അയ്യപ്പന്റെ തിരുനടയിലാണ് മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടന്നത്. പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരനായ N നവനീത് വർമ്മയാണ് ശബരിമല മേൽശാന്തിയെ തെരഞ്ഞെടുത്തത്. നമ്പർ 4 മഹേഷ് PL. നമ്പർ 5 K ജയറാം. 15 പേരായിരുന്നു ശബരിമല മേൽശാന്തി പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത്. 11 പേർ മാളികപ്പുറം മേൽശാന്തിയുടെ പട്ടികയിലും ഇടം നേടിയിരുന്നു. മേൽശാന്തിമാരുടെ പേരുകൾ എഴുതിയ നറുക്കുകൾ ഒരു ചെറുപറയിലും മറ്റൊന്നിൽ മേൽശാന്തി എന്നെഴുതിയ കുറിപ്പും ഒപ്പം ഒന്നും എഴുതാത്ത മറ്റു കുറിപ്പുകളുമാണ് തയ്യാറാക്കിയിരുന്നത്. ഇവ തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ സന്നിധാനത്ത് പൂജിച്ച ശേഷം പുറത്തേക്ക് കൊണ്ടുവന്ന് നറുക്കെടുക്കുകയായിരുന്നു. ആദ്യ നറുക്കിൽ തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ പേരും മേൽശാന്തി എന്ന കുറിപ്പും ഒന്നിച്ചു വരികയായിരുന്നു. മാളികപ്പുറത്തും ഇത് തന്നെ ആവർത്തിച്ചു. ചങ്ങനാശ്ശേരി കാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയായ ME മനുകുമാറിന്റെ നറുക്ക് പന്തളം കൊട്ടാരത്തിലെ തന്നെ പ്രതിനിധിയായ ലാവണ്യ S രാജിയാണ് തെരഞ്ഞെടുത്തത്. 5 വർഷത്തിനു ശേഷമാണ് ഇത്തരത്തിൽ ആദ്യ നറുക്കിൽ തന്നെ ശബരിമലയിലെയും മാളികപ്പുറത്തെയും മേൽശാന്തിമാർ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രത്തിലുൾപ്പെടെ മേൽശാന്തിയായിരുന്നു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ മനുകുമാർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വൃശ്ചികം 1 ഇരുവരും മേൽശാന്തിമാരായി ചുമതലയേൽക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ, ദേവസ്വം കമ്മീഷണർ രാമരാജ പ്രേമപ്രസാദ്, മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി, ഹൈക്കോടതി പ്രതിനിധി തുടങ്ങിയവരുടെയും വൻ ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
ആമകളെ വിൽക്കാൻ ശ്രമിച്ചയാളെ ഏരൂർ പോലീസ് പിടികൂടി. ആയരനാട് സ്വദേശി സുരേഷ് കുമാറാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. കുളത്തൂപ്പുഴയിൽ നിന്നും പിടികൂടിയ ആമകളെ അഞ്ചൽ ആലഞ്ചേരിയിൽ എത്തിച്ച് വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. ആലഞ്ചേരി ബിവറേജിന് സമീപം സംശയാസ്പദമായി നിന്നയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ആമയെ വിൽക്കാൻ നിൽക്കുകയാണെന്ന് മനസ്സിലായത്. തുടർന്ന് കൈവശമുണ്ടായിരുന്ന ബിഗ് ഷോപ്പറിൽ നിന്നും 2 ആമകളെ പോലീസ് കണ്ടെടുത്തു. തിരുവനന്തപുരം ആര്യനാട് കുടപ്പനത്തറ തരിയത്ത് വീട്ടിൽ സുരേഷ് കുമാറാണ് പോലീസ് പിടിയിലായത്. പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തെ ബിവറേജസിന്റെ അവിടെ സംശയാസ്പദമായിട്ട് ഒരാള് നിൽക്കുന്നതുണ്ട് കേട്ടോ, ഒരു ബാഗും ഒക്കെ പിടിച്ചിട്ട് ഷോപ്പർ പിടിച്ചിട്ട്. അന്നേരം അയാളോട് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ വെറുതെ നിൽക്കുവാന്ന് പറഞ്ഞു. ബാഗിൽ എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് പരിങ്ങിയപ്പോഴത്തേക്ക് ബാഗ് തുറക്കാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് 2 ആമയായിരുന്നു. അങ്ങനെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് കേസ് കിട്ടി. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസെടുത്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ആനപ്പെട്ടക്കൊങ്കലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. റബ്ബറും വാഴയും മരങ്ങളുമാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ഇടമൺ വില്ലേജിന്റെ പരിധിയിൽ വരുന്ന ആനപ്പെട്ടക്കൊങ്കൽ കിഴക്കും ഭാഗം പീടികയിൽ വീട്ടിൽ അബ്ബാസിന്റെ പുരയിടത്തിലെ 120 വാഴകളും 20 റബ്ബർ മരങ്ങളുമാണ് ആനകൾ നശിപ്പിച്ചത്. റെയിൽവേ 1ാം തുരപ്പിന് തൊട്ടു പടിഞ്ഞാറാണ് കൃഷി നശിപ്പിച്ചത്. തൊട്ടടുത്ത് വനം വകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷനും യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷനുമാണ്. വാഴകളിൽ ഭൂരിഭാഗവും കുലച്ചു നിൽക്കുന്നവയായിരുന്നു. റബ്ബറിന്റെ ഇടവിളയായി കൃഷി ചെയ്തിരുന്നവയാണ് വാഴകൾ. ഇവിടെ വന അതിർത്തി ഭാഗത്ത് 4 വർഷം മുമ്പ് സൗരോർജ്ജ വേലി സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഫലപ്രദമായിരുന്നില്ല. 3 മാസം മുമ്പ് ഇവിടെയുള്ള മറ്റു പുരയിടങ്ങളിലും വാഴകൃഷികൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിരുന്നു. കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് കിഴക്കൻ മേഖലാ നിവാസികൾ. ഈ ഭാഗത്ത് സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്നതിന് പണം അനുവദിച്ചിട്ടുണ്ടെന്ന് അധികാരികൾ പറയുന്നുണ്ടെങ്കിലും ഒന്നും നടന്നിട്ടില്ല. വാനരന്മാരുടെ ശല്യവും പ്രദേശത്ത് വർദ്ധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാട്. ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സമരം. സ്കൂളിൽ ഹൈസ്കൂൾ UP വിഭാഗത്തിൽ അധ്യാപകരെ നിയമിക്കാത്തതിനെ തുടർന്നായിരുന്നു സമരം. സമരക്കാർ പ്രതിഷേധ സൂചകമായി പ്രകടനം നടത്തുകയും സ്കൂളിന്റെ പ്രധാന കവാടത്തിൽ കുത്തിയിരിക്കുകയും ചെയ്തു.
10 മണിയോടെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് പ്രകടനം നടത്തുകയും പ്രധാന കവാടത്തിൽ കുത്തിയിരിക്കുകയും ചെയ്തത്. ഒപ്പം മറ്റു ക്ലാസുകളിൽ കയറി സമരക്കാർ വിദ്യാർത്ഥികളെ പുറത്തിറക്കുകയും ചെയ്തു. നിലവിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ കണക്കിനും ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾക്കും അധ്യാപകരില്ല. UP വിഭാഗത്തിലും 4ഓളം വിഷയങ്ങൾക്ക് അധ്യാപകരെ നിയമിച്ചിട്ടില്ല എന്നതാണ് പരാതി. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ക്ലാസുകളിൽ വാർഷിക പരീക്ഷയ്ക്ക് മാസങ്ങൾ മാത്രം ശേഷിക്കെ കണക്കുൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിൽ അധ്യാപകർ ഇല്ലാത്തത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ കാര്യമായി ബാധിക്കുമെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഫിസിക്സിനും മാത്സിനും ടീച്ചറല്ല, നിർബന്ധമായിട്ട് ഇപ്പം ഒക്ടോബർ തീർന്ന് ഇനിയിപ്പോൾ ഡിസംബറിൽ ക്രിസ്മസ് എക്സാം ആവുന്നു. ഇനി എന്ന് മുതൽ ഇനി എന്നാ ഇവർ ടീച്ചറെ നിയമിക്കുന്നത്? അത് ഏറ്റവും ടഫായിട്ടുള്ളതാണ്. ഇത് എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് അധ്യാപകരില്ല. അത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. 10ാം ക്ലാസ്സിൽ അവരുടെ ഫൈനൽ എക്സാമിന് 2-3 മാസമേ ഉള്ളൂ. മാത്സിൻ്റെ അധ്യാപകനില്ല, ഫിസിക്സിൻ്റെ അധ്യാപകനില്ല. അതുപോലെ തന്നെ UP തലത്തിൽ ഒരു വിഷയത്തിനാണ്ട് അധ്യാപകരുള്ളൂ. അതായത് ഗവൺമെൻറ് സ്കൂളല്ലേ ഇത്, സാധാരണക്കാർ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ DO കണ്ടപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു വിജ്ഞാപനം വന്നേക്കുന്നത് PTA നിയമിച്ചിട്ട് അധ്യാപകരെ വെക്കാനായിട്ട്. PTA ശമ്പളം കൊടുക്കണം. അതെങ്ങനെയാണ് നടക്കുക? ഇനി പിന്നെ പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചാൽ പോരെ? ഇത് നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ കുട്ടികൾ തീരുമാനിച്ച് അവർ നിരാകാരം ഇരിക്കുക, അല്ലെങ്കിൽ റോഡ് ഉപരോധിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ പ്രക്ഷോഭമായിട്ട് മുമ്പോട്ട് പോകും. അതിന് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. എന്നാൽ സ്കൂൾ അധികൃതരും PTA-യും DEO, DD ഓഫീസുകളിൽ വിഷയം നിരന്തരമായി ഉന്നയിക്കുകയും നിയമനം ഉടൻ ഉണ്ടാകുമെന്ന് രേഖാമൂലം അറിയിപ്പ് ലഭിച്ചതായും പറയുന്നുണ്ട്. എന്നാൽ തുടർ നടപടി ഒന്നും തന്നെ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സ്കൂൾ PTA-യുടെ നേതൃത്വത്തിൽ പുനലൂർ DEO ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല. തുടർന്ന് PTA കൊല്ലം DD-യെ നേരിൽ കണ്ട് വിഷയം അവതരിപ്പിച്ചെങ്കിലും ഉടൻ നിയമനം ഉണ്ടാകുമെന്നായിരുന്നു മറുപടി. ഇതിനിടെ തെന്മല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ടീച്ചേഴ്സ് ബാങ്കിൽ നിന്നും താൽക്കാലികമായി അധ്യാപകരെ നൽകാമെന്ന് അറിയിച്ചെങ്കിലും സ്കൂൾ അധികൃതർ ഇവരുടെ ശമ്പളം നൽകുന്നതിലെ നിയമപ്രശ്നം ചൂണ്ടിക്കാണിച്ച് പിൻവാങ്ങുകയായിരുന്നു. ഒടുവിൽ പഠിപ്പ് മുടക്കി നിരാഹാരം ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും നീങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് പ്രദേശത്തെ ജനപ്രതിനിധികൾ വിഷയത്തിൽ ഗൌരവമായി ഇടപെട്ടത്. ന്യൂസ് ബ്യൂറോ, തെന്മല. അഞ്ചൽ ചന്തമുക്കിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. ചന്നപ്പെട്ട വനത്തമുക്ക് എബനേസറിൽ റോബർട്ട് അലക്സാണ്ടറാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച വൈകുന്നേരം 4:45ഓടെയാണ് അപകടമുണ്ടായത്. ചന്നപ്പേട്ട വനത്തുമുക്ക് എബനീസറിൽ റോബർട്ട് അലക്സാണ്ടറാണ് അപകടത്തിൽ മരിച്ചത്. അഞ്ചലിൽ നിന്നും ആയൂരിലേക്ക് പോവുകയായിരുന്ന റോബർട്ട് സഞ്ചരിച്ചിരുന്ന പൾസർ ബൈക്ക് എതിർദിശയിൽ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷം മുന്നിലേക്ക് പോയ ലോറി ബൈക്കിലും റോബർട്ടിന്റെ കാലിലൂടെയും കയറിയിറങ്ങി. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ റോബർട്ട് തൽക്ഷണം മരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്നും വൻതോതിൽ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നതായി പരാതി. സമാന്തര സർവീസുകളെ സഹായിക്കാനാണ് KSRTC സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നതെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും കുറവുണ്ടെന്ന് പറഞ്ഞാണ് ബന്ധപ്പെട്ടവർ സർവീസ് വെട്ടിക്കുറയ്ക്കുന്നത്. KB ഗണേഷ് കുമാർ MLA ഇടപെട്ടതോടെയാണ് പുന്നലയിലേക്ക് KSRTC ചെയിൻ സർവീസ് ആരംഭിച്ചത്. സമാന്തര സർവീസുകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇതുമൂലമുണ്ടായത്. നല്ല കളക്ഷനും ചെയിൻ സർവീസ് നേടിയിരുന്നു. പത്തനാപുരം ഡിപ്പോയിൽ നിന്നും കുറഞ്ഞ ദൂരം ഓടി കൂടുതൽ കളക്ഷൻ നേടുന്ന പുന്നല സർവീസ് സ്റ്റാഫുകളില്ലെന്ന കാരണം പറഞ്ഞ് വെട്ടിക്കുറയ്ക്കുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന നിലപാടിലാണ് നാട്ടുകാർ. സമാന്തര സർവീസുകളെ സഹായിക്കുന്ന നിലപാടാണ് KSRTC സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. പത്തനാപുരം പട്ടാഴി സ്റ്റേ സർവീസും നിർത്തലാക്കാൻ നീക്കം നടന്നു വരുന്നുണ്ട്. രാത്രി 9:10 പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് പട്ടാഴിക്കുള്ള സ്റ്റേ സർവീസ് ഡ്രൈവർ ഇല്ലെന്ന കാരണം പറഞ്ഞ് പലപ്പോഴും മുടക്കുകയാണ്. KB ഗണേഷ് കുമാർ MLA ഇടപെട്ടതോടെയാണ് നിർത്തിവച്ചിരുന്ന സർവീസ് പുനഃസ്ഥാപിച്ചത്. ജീവനക്കാർക്ക് സ്റ്റേ റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പട്ടാഴി പഞ്ചായത്ത് ഇടപെട്ട് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സർവീസ് ആഴ്ചയിൽ 4 ദിവസങ്ങളിലും മുടങ്ങുകയാണ്. ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അനാസ്ഥയും സർവീസ് മുടങ്ങുന്നതിന് കാരണമാകുന്നുണ്ട്. സർവീസ് മുടക്കിയാൽ സമരം സംഘടിപ്പിക്കുമെന്ന നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്,
കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. JS ഫാഷൻ ജുവലേഴ്സ്, SBT ബാങ്കിന് സമീപം, അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം JS ഫാഷൻ ജുവലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. പുന്നല ചെമ്പ്രാമണ്ണിലെ കോൺക്രീറ്റ് പാലം നോക്കുകുത്തിയാകുന്നു. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പാലത്തിനാണ് ഈ ദുർഗതി. പ്രദേശവാസികൾ വൻ പ്രതിഷേധവും ഉയർത്തുന്നു. പുന്നല ചെമ്പ്രാമൺ ഭാഗത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഈ കോൺക്രീറ്റ് പാലത്തിൽ കയറണമെങ്കിൽ മറ്റൊരു പാലം കൂടി പണിയണമെന്നുള്ള സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. 2012-13 കാലയളവിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിറവന്തൂർ ഗ്രാമപഞ്ചായത്താണ് ഇവിടെ ഈ ചെറുപാലം പണി കഴിപ്പിച്ചത്. ചെമ്പ്രാമണ്ണിൽ നിന്നും കൃഷ്ണൻകോവിൽ പൊന്നിലം ഏല റോഡിലാണ് ഈ വിചിത്രമായ പാലം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നത്. പുന്നല ചെമ്പ്രാമണ്ണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം റോഡിലെ പുന്നല പൊന്നിലം ഏലായിലേക്ക് പോകുന്ന വഴിയിൽ പണിഞ്ഞിരിക്കുന്ന പാലം ഏതാണ്ട് 5 മീറ്റർ വീതിയുള്ള തോടിന് കുറുകെ 1 മീറ്റർ വീതിയിൽ ഒരു പാലം പണിഞ്ഞത് ആ പ്രദേശത്തെ കൃഷിക്കാർക്കും ജനങ്ങൾക്കുമൊക്കെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇത് നിരവധി തവണ പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് 2-3 വർഷം കൊണ്ട് ജനങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തുകയാണ്. പക്ഷെ നാളിതുവരെ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ബന്ധപ്പെട്ട ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ജനപ്രതിനിധികൾ ഈ പ്രദേശം സന്ദർശിക്കുകയും അടിയന്തരമായി എത്രയും വേഗം അതിന് പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞത് യാതൊരുവിധ പരിഹാരവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ പ്രദേശത്ത് ഈ പുന്നല പ്രദേശത്ത് ആകെ നെൽകൃഷി ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ ചെയ്യുന്ന ഒരു നിലം അവിടെ ഇപ്പോൾ കൃഷി ചെയ്യാനൊക്കാത്ത ഒരു സാഹചര്യം ആണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയം ബന്ധപ്പെട്ട എല്ലാ അധികാരികളുടെയും ശ്രദ്ധയിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കൃഷിക്കാർ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും സംഘടിതമായി തന്നെ എല്ലാവരെയും ബോധിപ്പിച്ചതാണ്. എന്നാൽ അതിന് യാതൊരുവിധ പരിഹാരവും ഉണ്ടായിട്ടില്ല. എത്രയും വേഗം അതിന് ഈ വരുന്ന ബഡ്ജറ്റിൽ പണം ഉൾപ്പെടുത്തും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഞങ്ങൾക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ഏതെങ്കിലും തൽപര കക്ഷികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ചിലരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ പുന്നലയിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രതികരണ വികസന വേദിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ സമര പരിപാടികൾ ആ പ്രദേശത്തെ കൃഷിക്കാരെയും നാട്ടുകാരെയും മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുവാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. 3 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഇവിടെ പാലം പണി കഴിപ്പിച്ചത്. നിർമ്മാണ പ്രവർത്തനം അശാസ്ത്രീയമായതിനാലാണ് ഇങ്ങനെ ഒരു ദുസ്ഥിതി നാട്ടുകാർക്ക് നേരിടേണ്ടി വന്നത്. ഈ പാലം ഗുണകരമായി മാറിയിരുന്നെങ്കിൽ 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഇത് സഹായകമായി മാറുമായിരുന്നു. 3 ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച കോൺക്രീറ്റ് പാലത്തിൽ കയറുന്നതിന് നാട്ടുകാർ തെങ്ങും കവുങ്ങും ഉപയോഗിച്ചുള്ള താൽക്കാലിക പാലവും ഇവിടെ
നിർമ്മിച്ചിട്ടുണ്ട്. മലയോര പ്രദേശമായ പുന്നല, വഴങ്ങോട് വാർഡുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഈ പാലത്തിന്റെ ദുസ്ഥിതിക്ക് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ഇടമൺ റെയിൽപാതയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എഞ്ചിൻ പരീക്ഷണോട്ടം നടത്തും. പാതയിൽ മെറ്റൽ പാക്കിംഗ് പൂർത്തിയായ സാഹചര്യത്തിലാണ് എഞ്ചിൻ പരീക്ഷണോട്ടം നടത്താൻ റെയിൽവേ തീരുമാനമെടുത്തത്. ശനിയാഴ്ച കൺസ്ട്രക്ഷൻ വിഭാഗം എറണാകുളം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ സന്ദർശനത്തോടെയാണ് തീരുമാനമായത്. ഇടമൺ റെയിൽവേ സ്റ്റേഷൻ യാർഡ് മുതലുള്ള 1 കിലോമീറ്റർ ദൂരത്തിലുള്ള പാർക്കിംഗ് പദ്ധതികളാണ് അവശേഷിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി. പാർക്കിങ്ങിനുള്ള മെറ്റൽ ഇടമൺ റെയിൽവേ സ്റ്റേഷൻ യാർഡിന് സമീപം ഇറക്കിയിരുന്നു. പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന പ്രത്യേക എഞ്ചിൻ സൈറ്റ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ 20 കിലോമീറ്റർ വേഗത്തിൽ ഇടമണ്ണിലേക്ക് പരീക്ഷണ ഓട്ടം നടത്തും. തിരികെ 40 കിലോമീറ്റർ വേഗത്തിൽ പുനലൂരിലെത്തും. തുടർന്ന് സുരക്ഷാ പരിശോധനകൾ നടക്കും. ചെന്നൈ റെയിൽവേ സോണിലുള്ള ട്രാക്ക് റെക്കോർഡിംഗ് കാർ ഉപയോഗിച്ച് ട്രാക്ക് പരിശോധിച്ച ശേഷം ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് 2ാം ഘട്ടം മെറ്റൽ പാർക്കിംഗ് ആരംഭിക്കും. തുടർന്ന് ബംഗളൂരുവിൽ നിന്ന് ചീഫ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്ന സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തും. ഇതിനകം ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ എഞ്ചിൻ ഷെഡിംഗ് നടക്കുന്നതിനുള്ള സൌകര്യം ഒരുങ്ങും. ഇതിനായി പ്രത്യേകതരം ട്രാക്ക് റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് സജ്ജമാക്കിയിട്ടുണ്ട്. എന്നാൽ കിഴക്ക് ഭാഗത്തെ യാർഡിന് സമീപം മുതൽ അല്പദൂരം മൺവേലകൾ പൂർത്തിയാക്കാനുള്ളതിനാൽ ഇവിടെ ട്രാക്ക് പൂർണ്ണമായി ഘടിപ്പിച്ചിട്ടില്ല. ഈ പണികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് കഴിഞ്ഞ ദിവസം സിഇഒ കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇടമൺ പുനലൂർ പാത തിരുവനന്തപുരം ഡിവിഷന്റെ പരിധിയിലും ബാക്കി ഭാഗം മധുര ഡിവിഷന്റെ പരിധിയിലുമാണ്. ഇടമൺ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗത്തെ സിഗ്നൽ അടക്കമുള്ള പണികൾ 3 മാസം മുൻപ് തന്നെ പൂർത്തീകരിച്ചിരുന്നു. ഇടമൺ മുതൽ തമിഴ്നാട് അതിർത്തിയായ കോട്ടവാസൽ വരെയുള്ള ഭാഗം ഗാർഡ് സെഷൻ എന്ന നിലയിലാണ് റെയിൽവേ രേഖകൾ. എന്നാൽ പാത ബ്രോഡ്ഗേജ് ആക്കിയതോടെ പുനലൂർ ഇടമൺ പാതയിൽ 70 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ സർവീസ് നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് റെയിൽവേക്കുള്ളത്. മീറ്റർ ഗേജ് പാതയുടെ അവസാന കാലയളവിൽ 20-30 കിലോമീറ്റർ വേഗത്തിൽ മാത്രമാണ് ട്രെയിൻ ഓടിയത്. പാത അടയ്ക്കുന്നതിനാൽ അവസാന വർഷങ്ങളിൽ വാർഷിക അറ്റകുറ്റപ്പണികൾ കാര്യമായി നടത്താതിരുന്നതിനാലാണ് അന്ന് വേഗം കുറഞ്ഞുപോയത്. ഇടമൺ മുതൽ തെമ്മല വരെയുള്ള ഭാഗത്താണ് ഏറ്റവും വലിയ കയറ്റം വരുന്നത്. ഈ ഭാഗത്ത് ഗേജ് മാറ്റം കഴിഞ്ഞാൽ 45-60 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ഓടിക്കാൻ സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. ലൈവ് വാർത്ത, പുനലൂർ. വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെയും കർഷക സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടും കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന ധർണ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് അഴിമതിക്കെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ഇടതു സർക്കാർ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി വികസന ഫണ്ട് പുനഃസ്ഥാപിച്ചിട്ടില്ല എന്ന വശം നിങ്ങൾ വിസ്മരിക്കരുത്. ഇവിടെ സാധാരണ കാർഷിക പെൻഷൻ, കർഷക പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കുവാൻ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞില്ല. ഇവിടെ മറ്റ് പെൻഷനൊക്കെ കേന്ദ്രമന്ത്രി അതോടെ മുന്നിൽ ചെന്ന് പാർലമെന്റ് മാർച്ച് നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. 2 എംപിമാരെ കൊണ്ട് പാർലമെന്റിൽ ധർണയിരുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 50% സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അതിശക്തമായ രാഷ്ട്രീയ ചിന്താഗതിക്കും രാഷ്ട്രീയ അതിപ്രസന്നത്വം കൂട്ടുനിൽക്കുന്ന കേരള ജനത കർഷക ജനതയെ വിസ്മരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ കർഷകൻ കേരള കോൺഗ്രസിന്റെ ഉറ്റമിത്രമാണ്. കേരള കോൺഗ്രസിനെ ഇന്ന് നയിച്ചത്, ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ സമര പോരാട്ടങ്ങളിൽ കേരള കോൺഗ്രസിന് 1600 റബ്ബർ കർഷകരുണ്ട്. ആ കുടുംബങ്ങളുണ്ട്, 3600 കുടുംബങ്ങൾ, റബ്ബർ കർഷക കുടുംബങ്ങളുണ്ടെന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ആ കുടുംബങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. 10 റബ്ബറുള്ളവരുണ്ട്, 500 റബ്ബറുള്ളവരുണ്ട്, 100 റബ്ബറുള്ളവരുണ്ട്. ആ റബ്ബറിന്റെ വരുമാനം കൊണ്ട് നിത്യവൃത്തി കഴിച്ചു പോകുന്ന ആ ഒരു ജനത, ഒരു കർഷക ജനത, പാവപ്പെട്ടവൻ കർഷകൻ, അവന്റെ നട്ടല്ലൊടിച്ചുള്ള സംവിധാനത്തിലൂടെയാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന സായാഹ്ന ധർണയിൽ കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് എം അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ അനിൽ, സജി ജോൺ കുറ്റിയിൽ, കെ തോമസ്, വി.ഐ. സാങ്കുട്ടി, സേവ്യർ കടകംപള്ളി, ബിജു ഡിക്രൂസ്, മാങ്കോട് ഷാജഹാൻ, സക്കീർ ഹുസൈൻ, ആർ. ആരോമലുണ്ണി എന്നിവർ പ്രസംഗിച്ചു. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ കേരള കോൺഗ്രസ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പത്തനാപുരത്തും പ്രതിഷേധ സായാഹ്ന ധർണ നടന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ഡലകാല മകരവിളക്ക് പൂജകൾക്കായി ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുത്തു. ശബരിമല മേൽശാന്തിയായി ടി.എം. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തിയായി എം.ഇ. മനുകുമാറിനെയുമാണ് തെരഞ്ഞെടുത്തത്.
വൃശ്ചികം 1 മേൽശാന്തിമാർ ചുമതലയേൽക്കും. അഞ്ചൽ ചന്തമുക്കിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരണപ്പെട്ടത് ചന്നപ്പട്ട സ്വദേശി റോബർട്ട് അലക്സാണ്ടർ. പൊന്നൂർ ഇടമൺ റെയിൽപാതയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എഞ്ചിൻ പരീക്ഷണ ഓട്ടം നടത്തും. മെറ്റൽ പാക്കിംഗ് പൂർത്തിയായ സാഹചര്യത്തിലാണ് തീരുമാനം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം.